ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഈ വിഷയത്തിൽ സംസാരിക്കണോ വേണ്ടെന്ന് വലിയൊരു ഡൗട്ടായിരുന്നു. വേണ്ട എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ സംസാരിച്ചേ മതിയാവും. കാര്യം ഇവർ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ എല്ലാവരെയും അവമാനിച്ചുകൊണ്ടാണ് ഇവരുടെ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ സിന്ധു കൃഷ്ണകുമാറിൻ്റെ ഫാമിലി, യൂട്യൂബ് ഫാമിലി എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ഒട്ടുമിക്ക ആ വീട്ടിലുള്ള കുടുംബാംഗങ്ങളിൽ 5 പേരും യൂട്യൂബിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരിവിടെ റിയാക്ഷൻ ചെയ്യുന്നവരെയൊക്കെ ഭയങ്കര മോശമായിട്ടൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ആ വീഡിയോ നമുക്കൊന്ന് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഓസിയുടെ എന്തോ കുറിച്ചിട്ട് എന്തോ അവരുടെ മൊബൈൽ ഓസിയുടെ ജ്വല്ലറി വാങ്ങിച്ചായിട്ട് ഇഷ്യൂ ഏതോ ഒരു ലേഡി വന്ന് എന്തോ പറഞ്ഞു. അതിനെക്കുറിച്ച് പിന്നെ അങ്ങോട്ട് വഴിയെ പോണ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ വന്ന് അവരവരുടെ കഴിവ് തെളിയിക്കാനായിട്ട് അവരവരുടെ കുറേ വീഡിയോസ് എടുത്തിട്ടു. അങ്ങനെ അതിനെ ഓസി പ്രതികരിച്ച് കൊണ്ടുള്ള ഒരു വീഡിയോ എന്താണ് ഓസി ഇട്ടത്. ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് ഓസി മൈൻഡ് ചെയ്യില്ലേ, ഈ ജോലിയും ഇല്ലാത്ത ഇവന്മാരൊക്കെ ഇതുപോലെ അവർക്ക് ജീവിക്കണ്ടേ. സോ അവർക്ക് ഇതുപോലെ ഏതെങ്കിലും 4 പേര് അറിയുന്ന ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ കിട്ടുവാണെങ്കിൽ അതെടുത്തിട്ട് അതൊരു കണ്ടന്റ് ആക്കി സംസാരിക്കുമ്പോൾ അവർക്ക് മാതോരാതെ സംസാരിക്കാൻ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് കിട്ടും. അല്ലെങ്കിൽ ആ സ്ത്രീ എന്താണ് പറഞ്ഞത്, എന്നിട്ട് പ്രതി അതിന് റിയാക്ട് ചെയ്തോ, എന്താണ് പറഞ്ഞത് വെച്ചാൽ അവരുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ മറ്റവരെന്ത് പറഞ്ഞു, ഇവരാരും റിയാക്ട് ചെയ്തെങ്കിൽ എന്താണ്, പിന്നെ ഇതാണ് അങ്ങനെ കുറച്ച് എടുത്തിട്ട് അവർക്ക് ഒരു 1/2 മണിക്കൂർ സംസാരിക്കാനുള്ള ഒരു ടോപ്പിക്ക് കിട്ടുമ്പോൾ അത് വീഡിയോ ഉണ്ടാക്കി ജീവിക്കുന്നവരാണ്. ഇവിടെയാണോ കാറ്? ഇവിടെയാണോ? ഇവിടെ ഒരു കാറ് വന്നപ്പോൾ അമ്മ വന്നിട്ട് മനുഷ്യർക്ക് ഇത്രയൊക്കെ അഹങ്കാരം വേണമെന്ന് വലിയൊരു ചോദ്യമാണ്. കാര്യം എന്താ പറയുന്നത്, ഇവർ പറയുന്നത് പ്രിവിലേജ്. ഈ പ്രിവിലേജ് എവിടെ നിന്ന് കിട്ടി? ഇനി ഇവരുടെ വീട്ടിലെല്ലാവരും യൂട്യൂബ് ചാനലിൽ ഇരിക്കുന്നതാണ്, ഒരു പണിയില്ലാതിരിക്കുന്നതാണ്. ഇവിടെ പലരും യൂട്യൂബ് ചാനൽ നടത്തുന്ന പലരും അവരുടെ സൈഡ് ബിസിനസ്സായിട്ടാണ് യൂട്യൂബ് വരുന്നത്. കാര്യം ഏതെങ്കിലും ഒരു കാലത്ത് മുന്നോട്ട് പോകുമ്പോൾ എന്താ പറയുന്നത്, രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്, അല്ലാതെ ഇതൊരു തൊഴിലായിട്ട് 99.99% ആൾക്കാരും കരുതുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന ഈ തൊഴിൽ ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? നിങ്ങൾ ചെയ്യുന്നില്ലേ? ഒരു പണിയില്ലാതെ ഇരുന്ന് നിങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ പ്രിവിലേജ്, ഈ പറയുമ്പോൾ ഫെയിമുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉള്ള ഇതാരാ തന്നെ? ഞങ്ങൾ പ്രേക്ഷകരാണ് തന്നത്. ഞങ്ങൾ ഈ കാണുന്ന നിങ്ങളെ വിമർശിക്കുന്നവരടക്കമുള്ള. പിന്നെ നിങ്ങളുടെ ആ കമ്മലിൻ്റെ ഇഷ്യൂ, നിങ്ങളെ സംബന്ധിച്ച് ശരിയാണ്. ഓസിക്ക് കമ്മൽ ഒരെണ്ണം വെക്കേണ്ട കാര്യമില്ല. ആ ഗതികേട്ടിലല്ല ഓസി നിൽക്കുന്നത്. അതേ കണക്ക് ഓസി എന്താ പറയുന്നത്, ഓസിക്ക് ഇങ്ങനെ പറ്റി ജീവിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതൊക്കെ നമ്മൾ സമ്മതിക്കാം. പക്ഷേ ഓസി ആയാലും ഈസി ആയാലും ഇത് കാശ് കൊടുത്ത് വാങ്ങുന്നവന് ഒറ്റ കമ്മലും ബാക്കി സാധനങ്ങളും ഒക്കെ കിട്ടുമ്പോൾ അവൻ്റെ ഇതെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പ്രശ്നങ്ങളെ വില കുറച്ച് കാണുന്നത് ഭയങ്കര മോശമാണ്. കാര്യം കസ്റ്റമർ ഈസ് ഗോഡ്, അങ്ങനെയാണ് പറയേണ്ടത്. അപ്പം ആ ദൈവത്തെ കണക്ക് കാണേണ്ട കസ്റ്റമറെ അവമാനിച്ച് വിടുന്ന നിങ്ങളുടെ ഫാമിലി എന്താണ് നിങ്ങളെപ്പറ്റി പറയേണ്ടത്? സോ ഇവർക്കൊന്നും നമ്മൾ പ്രിവിലേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള അഹങ്കാരമാണ് ഇവർക്ക്. സീരിയസ് ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കും, ഇവർക്ക് പ്രിവിലേജ് കൊടുത്ത ആരാണ്? ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ, കൃഷ്ണകുമാറിൻ്റെ മക്കൾ, ഈ ഒരു പ്രിവിലേജാണ് ആദ്യകാലത്ത് ഇവർക്ക് ഉണ്ടായിരുന്നത്. അല്ലാതെ ഈ പറഞ്ഞമാർ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരൊന്നും അല്ലല്ലോ. ആണോ? മുകളിലെ തള്ളു മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പം പിന്നെ കാണാൻ കൊള്ളാവുന്നതുകൊണ്ടാണെന്നും പറയാൻ ഒക്കത്തില്ല. കാര്യം ഇവരെക്കാട്ടിലൊക്കെ കാണാൻ കൊള്ളാവുന്ന എത്രയോ പാവങ്ങൾ ഒരു കാലത്തും രക്ഷപ്പെടാതെ കിടക്കുന്നുണ്ട്. അങ്ങനെ കയറി വന്നവരുമുണ്ട്, കഴിവ് കാരണം കയറി വന്നവരുമുണ്ട്. ഇതൊന്നും കഴിവ് കാരണം കയറി വന്നവരല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രിവിലേജ് ഇവർക്ക് പറയേണ്ട ഒരു കാര്യമില്ല. കാര്യം കൃഷ്ണകുമാറായാലും നായകനായി അയാളുടെ പ്രോഗ്രാമുകൾ ഈ വിമർശിക്കുന്നവരും ഈ ഞാനടക്കമുള്ള പ്രേക്ഷകരാണ് ഇവരെയൊക്കെ ഈ പ്രിവിലേജിലേക്ക് എത്തിച്ചത്. അല്ലാതെ അഹങ്കാരം കൊണ്ട് നിങ്ങൾ പ്രിവിലേജിൽ എത്തിയതൊന്നുമല്ല. അപ്പോൾ ഇത്തരം അഹങ്കാരങ്ങൾ എന്താ പറയുന്നത് ബോറാണ്. ഇവർക്ക് ഒരു മറുപടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജൂബി എന്ന് പറയുന്നത്, നിങ്ങൾ ഉറപ്പായിട്ടും കാണാൻ കേട്ടോ, ഫൈൻ ട്യൂൺ മീഡിയ എന്ന് പറയുന്നൊരു ചാനലുണ്ട്. അവർ കുറച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിവിടെ പ്ലേ ചെയ്യാം. ഇനി അവരുടെ വീഡിയോയുടെ ഒരു നല്ലൊരു ശതമാനം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി സ്ട്രൈക്ക് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ഈ ഫൈൻ ട്യൂൺ മീഡിയ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അവർ അടിപൊളിയായിട്ട് കുറേ കാര്യങ്ങളെ എന്താ പറയുന്നത് റിയാക്ട് ചെയ്യുന്ന ചാനലാണ്. പിന്നെ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ സമൂഹത്തിൽ ചില കാര്യങ്ങൾ പ്രതികരിക്കണമെന്ന് തോന്നും. അപ്പോൾ പ്രതികരിക്കും, അത്രേ ഉള്ളൂ. അപ്പം ചില കാര്യങ്ങൾക്ക് നമുക്ക് പ്രതികരിക്കണമെന്ന് തോന്നുമ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ പ്രതികരിക്കാൻ ഒരു മീഡിയ ആ രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. എല്ലാവരും അങ്ങനെയാണ് കാണുന്നത്. പിന്നെ പൈസയുടെ പുറകെ പോകുന്നവരും ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പിന്നെ ഫെയിമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ 4 പേര് കാണണം. ഇതിനു വേണ്ടിയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഫൈൻ ട്യൂൺ മീഡിയ എന്ന് പറയുന്ന ആ ചാനലിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അതും കൂടെ നമുക്ക് കാണാം.
ഇതുപോലെ ഒരു ഒറ്റ കമ്മലിട്ടുകൊണ്ട് നടക്കേണ്ട ഗതികേടൊന്നും ദിയാ കൃഷ്ണയ്ക്കില്ല. അതുപോലെ തന്നെ ഒരു പെയർ ഓഫ് കമ്മൽ വിൽക്കേണ്ടതിന് പകരം അതിന് ഓരോന്നെടുത്ത് സെപ്പറേറ്റ് ആയിട്ട് വിട്ട് കാശ് ഉണ്ടാക്കേണ്ട ഗതികേടും ദിയാ കൃഷ്ണയ്ക്കില്ല. പക്ഷേ പലരും നിങ്ങളുടെ പ്രോഡക്റ്റ് പലരും സ്വരുക്കൂട്ടി വെക്കുന്ന പൈസ കൊണ്ട് വാങ്ങിക്കുന്ന പലരും ഒരു പെയർ ഓഫ് കമ്മൽ മോഹിച്ച് മേടിച്ചിട്ട് കിട്ടുന്നത് ഒരെണ്ണം ആണെന്നുണ്ടെങ്കിൽ ആ വിവരം നിങ്ങളുടെ കസ്റ്റമർ സർവീസിൽ അറിയിക്കുകയും പോയി പണി നോക്കാൻ നിങ്ങൾ പറയുകയും ചെയ്താൽ മേ ബി ഇങ്ങനെ ഒരെണ്ണം ഇട്ടുകൊണ്ട് നടക്കേണ്ട ഗതികേട് ഞങ്ങളെപ്പോലുള്ള കസ്റ്റമേഴ്സിനുണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കാനല്ലേ? അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് ഇതൊന്നും മനസ്സിലാവില്ല. മോളുടെ കഴിഞ്ഞൊരു ഒറ്റ വീഡിയോ ഇല്ലേ, ആ കംപ്ലൈൻറ്റ് റെസ്പോൺസ് ആയിട്ട് ചെയ്തൊരു വീഡിയോ, അത് കാണുമ്പോൾ തന്നെ മോൾ എത്രത്തോളം അഹങ്കാരിയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു കസ്റ്റമർ ഒരു ഇഷ്യൂ പറഞ്ഞു, അതൊരു എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഇത്രയും എന്താ പറയുക ആളുകൾ മനസ്സിലാക്കി കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ആദ്യ ഭാഗത്താണ് തെറ്റ് ശരി എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ്. പക്ഷേ അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ അതിനെ അഡ്രസ് ചെയ്യേണ്ട രീതി അതല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം മോളുടെ അമ്മയുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ഇതിന് മോളെ കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് മോളെക്കാട്ടിലും വലിയൊരു അഹങ്കാരിയാണ് മോളുടെ അമ്മ. അപ്പോൾ ആ ഒരു അമ്മയുടെ മോളെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അമ്മ പറഞ്ഞത് വേലയും കൂലിയില്ലാത്ത കുറേ ആൾക്കാർ വന്നിട്ട് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ പറഞ്ഞ അമ്മ ഒരു വലിയ IAS ഓഫീസറാണ്, മൂത്ത മോള് ഡോക്ടറാണ്, രണ്ടാമത്തെ മോള് എഞ്ചിനീയറാണ്, മൂന്നാമത്തെ മോള് എന്താ പറയുക പേരുകെട്ടൊരു ഡോക്ടറാണ്. അങ്ങനെ ഫാമിലി മൊത്തത്തിൽ ഭയങ്കര ഹൈ പ്രൊഫഷണൽസ് ആണ്. അവരങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നവരോട് അവർക്ക് ഭയങ്കര പുച്ഛമാണ്. കാരണം അങ്ങനെ അല്ലല്ലോ പൈസ ഉണ്ടാക്കുന്നത്. പറയുമ്പോൾ ഒരു ഉളുപ്പ് വേണം അമ്മച്ചി. അമ്മയ്ക്കും അച്ഛനും മക്കൾക്കും എല്ലാം ഓരോരോ ചാനലാണ്. ഇവർ പറയുന്നത് നല്ല ബെറ്റർ കണ്ടന്റ് കൊടുക്കണം, ആൾക്കാർക്ക് പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന പോസിറ്റീവ് മെസ്സേജ് കൊടുക്കുന്ന കണ്ടന്റ് കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് ഇവരുടെ കണ്ടന്റ്സ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോരുത്തരെയും നോക്കുമ്പോൾ ഓരോ തുണിയെടുക്കാൻ പോകുന്നു, അത് ചെയ്യാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം ഇളയ മോളുടെ ഒരു വീഡിയോ കാണാനിടയായി. 18 lakhs എന്ന് കണ്ടുകൊണ്ട് പെട്ടെന്ന് കയറി നോക്കിയതാണ്. ഒരു ഓണം ബ്ലോഗാണ്. ഞാൻ നോക്കിയപ്പോൾ എന്തോ ഈ കൊച്ചിനെ ഇവർ ഒരുക്കുന്നു, കൊച്ചു ഒരുങ്ങി കോളേജിൽ പോകുന്നു, എന്നിട്ട് ഓരോ പിള്ളേരെയും വിളിച്ച് കൂടെ നിർത്തിയിട്ട് പറയുന്നു എന്തെങ്കിലുമൊക്കെ പറ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ. മൂത്ത കൊച്ചിനാണ് എന്തെങ്കിലും സംസാരിക്കാനെങ്കിലും അറിയാം. ഈ ഇളയ കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ ഒരുങ്ങി കെട്ടി ഒരു വീഡിയോ ആണ്. അതിനാണ് 18 lakhs. അപ്പോൾ അത് കാണുന്നവരോടോ അല്ലെ ഇടുന്നതിനോടോ അല്ല പറഞ്ഞത്. നിങ്ങൾ എന്ത് മെസ്സേജാണ്, എന്ത് ബെറ്റർ കണ്ടന്റ് ആണ് നിങ്ങൾ പുറത്തോട്ട് കൊടുക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് വേണം ഈ പറയാൻ ബെറ്റർ കണ്ടന്റ് കൊടുക്കാൻ. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രിവിലേജിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അച്ഛൻ്റെ ഒരു പേര് വെച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും എന്താ പറയുക ആ ഒരു ഫെയിം യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഫേമസ് ആയിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന ചാനൽ ഇത്രത്തോളം ആളുകൾ കയറി പറ്റുന്നത് നിങ്ങളുടെ ആ അച്ഛൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ഫെയിം വെച്ചിട്ടാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും വെച്ചിട്ടല്ല. ഇതുപോലുള്ള പാവം യൂട്യൂബേഴ്സ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു സ്ഥാനത്ത് എത്തുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും അഹങ്കാരം. കാരണം എന്താ പറയുന്നത് കഷ്ടപ്പാടിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ഒന്നും വില നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ജസ്റ്റ് ആ കിട്ടിയ ദേവാസുരത്തിൽ അമ്മ മോഹൻലാലിനോട് പറയുന്ന ഒരു സീനുണ്ട്, എന്താ പറയുന്നത് ഔദാര്യമായി കിട്ടിയതിനെ കണ്ട് അഹങ്കരിക്കരുതെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ അച്ഛൻ്റെ ഫെയിം വെച്ച് ഔദാര്യമായിട്ട് കിട്ടിയ ഒരു സാധനമാണ് നിങ്ങൾക്ക് എല്ലാം ഇത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ അഹങ്കരിക്കരുത്. നിങ്ങൾ തീരെ കഴിവില്ലാത്തവരാണെന്നോ ഒന്നിനും കൊള്ളാത്തവരാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. 4 കുട്ടികൾ നല്ല ടാലന്റ് ആയിട്ടുള്ള ഡാൻസേഴ്സ് ആണ്. മൂത്ത കൊച്ചാണെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇത്രത്തോളം റീച്ച് കിട്ടിയത് പെട്ടെന്ന് നിങ്ങൾ വളരാൻ സഹായിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ആ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടിലുള്ള പാരമ്പര്യമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ് കഴിവുകൾ. ഇപ്പോൾ നിങ്ങൾ ഭയങ്കര സുന്ദരികളായതുകൊണ്ടൊന്നും അല്ല നിങ്ങൾ ഒരുങ്ങുമ്പോഴത്തേക്കും ആ വീഡിയോ കാണാൻ ആൾക്കാർ ഓടി വരുന്നത്. നിങ്ങളുടെയൊക്കെ ഫീച്ചേഴ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സാധാരണ ഇതാണ്. ഭയങ്കര അപ്സരസുകളോ സുന്ദരികളോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ, അത് ഇടിപ്പിക്കാൻ, ഒരുക്കാൻ, നിങ്ങളുടെ സ്കിന്ന്, നിങ്ങളുടെ മുടിയെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ, പിന്നെ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് പാർലറിൽ പോയി ഒരുങ്ങാൻ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുണ്ട്. അതില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളെക്കാട്ടിലും സുന്ദരികളായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് ഇതിനൊന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, സാഹചര്യങ്ങളില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയിരിക്കുന്നത് ഒരു പ്രിവിലേജ് ആയിട്ട് കണക്കാക്കുക. അല്ലാതെ ഇതൊന്നും ചെയ്യാത്തവരെ നിങ്ങൾ ചെയ്യുന്ന പോലത്തെ കണ്ടന്റ്സ് മാത്രമേ എല്ലാവരും ചെയ്യാവൂ എന്ന് പറയാൻ പറ്റുമോ? ഓരോരുത്തർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓരോ ഏരിയാസ് ഉണ്ട്. ഇപ്പം നന്നായി സംസാരിക്കാൻ കഴിയുന്ന കുറേ ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രശ്നം കാണുമ്പോൾ അതിനെപ്പറ്റി റിയാക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ആവണം, ഇതിങ്ങനെ അല്ല എന്ന് പറയാൻ കഴിവുള്ളവർ അങ്ങനെ ചെയ്യട്ടെ. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ ചെയ്യൂ. നിങ്ങളുടെ ആദ്യം പേഴ്സണൽ ലൈഫിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും വന്ന് ചെകഞ്ഞിട്ടൊന്നുമല്ല ആരും സംസാരിക്കുന്നത്. റീസെന്റ് നിങ്ങളുടെ സ്ഥാപനത്തെ പറ്റി ഒരു ഇഷ്യൂ ഉണ്ടായി, അതിനെ അഡ്രസ് ചെയ്തിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അല്ലാതെ മക്കൾ അങ്ങോട്ട് പോയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയോ ഇന്നത്തെ തുണിയാണോ കൊടുത്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇപ്പോൾ ആരും സംസാരിക്കുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ നിങ്ങൾ അത് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കൂ. കസ്റ്റമർ എന്താണെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് പഠിക്കുക. അത് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത എന്താണെന്നറിയോ? നിങ്ങൾ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് കാശിന് അത്യാവശ്യം ഉണ്ടായിട്ടാണ് നിങ്ങൾ ഈ ഒരു പരിപാടി തുടങ്ങിയിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ഉപജീവനം നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല സർവീസ് കൊടുക്കാൻ തോന്നും. നാളെ കൂടുതൽ കസ്റ്റമേഴ്സ് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ പേയ്മെന്റ് ത്രൂ വന്നോളും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാത്തതിന്റെ അതിന്റെ ആവശ്യം നിങ്ങൾ മനസ്സിലാക്കാത്തതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാതെ ഇഷ്ടംപോലെ ബാക്കപ്പ് ഉണ്ട്. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെ പോലെയാണ്. കസ്റ്റമേഴ്സിനെ നമ്മൾ അതുപോലെ ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അഡ്രസ് ചെയ്യുക. അത് അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ നാട്ടുകാരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് വല്ല കാര്യമുണ്ടോ? മോള് വീട്ടിലോട്ട് കയറി വന്നപ്പോഴത്തേക്കും അമ്മ പറയുന്ന ഒരു ഡയലോഗാണ്, കാരണം നിന്നെ കൊണ്ട് കുറേ പേര് ഇപ്പോൾ കഞ്ഞി കുടിച്ച് പോകുന്നു എന്നുള്ളത്. അതൊക്കെ എന്തോ അഹങ്കാരമാണ്. അപ്പോൾ പറയാനുള്ളത് അധികം അങ്ങോട്ട് അഹങ്കരിക്കേണ്ട. കാരണം ഈ അഹങ്കാരം എന്ന് പറയുന്നത് ആരും അത്ര വില തരാൻ പോകുന്നില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാശുകാരെ കാണുമ്പോൾ അല്ലെങ്കിൽ ഗൾഫുകാരൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർ ഇങ്ങനെ എന്തോ അത്ഭുതത്തോടുകൂടി എന്തോ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് നോക്കി നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല. എല്ലാവരും ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ആരെയും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വണങ്ങി നിൽക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിചാരിക്കില്ല നിങ്ങളുടെ കാശും ഫെയിമും ഒക്കെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ വായി പൊത്തി നിൽക്കും എന്നുള്ളത്. മറ്റേ ആ കൊച്ചിൻ്റെ വീട്ടിൽ പോലീസിനെ വിട്ടിട്ട് അവനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച ആ ഒരു ഹുങ്കൊക്കെ ഉണ്ടല്ലോ, അത് അവിടെ കിടക്കട്ടെ. ആ വീഡിയോ നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഏത് വീഡിയോ ആണെങ്കിലും അത് അവിടെ കിടന്നിട്ട് അതിനെ നല്ല രീതിയിൽ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് നേട്ടം ഉണ്ടാവാനാണ്? ആൾക്കാർക്ക് എന്തെങ്കിലും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് കയ്യൂക്കും കാശിൻ്റെ അഹങ്കാരവും പെയിൻ്റെ അഹങ്കാരവും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ജീവിക്കാൻ നോക്കാം. അല്ല ആരും വാദവെക്കത്തില്ലെന്നേ. പിഴച്ച നാക്കും കൊണ്ട് എന്ത് വൃത്തികേട് വിളിച്ച് പറയാമെന്ന് വിചാരിക്കുന്ന ഇത്രയും പ്രിവിലേജ് ആൾക്കാർ, അവർക്ക് എന്താ പറയുന്നത്, ഈ സ്ത്രീയൊക്കെ എന്ത് ബഹുമാനത്തോടാണ് ഈ സമൂഹം ഉറ്റുനോക്കുന്നത്. പക്ഷെ പിഴച്ച നാക്കും കൊണ്ട് ഇങ്ങനെ വരുന്ന ഇത്തരം സ്ത്രീകളെ അത്ര നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവരെയൊക്കെ ആരെയാണ് വളർത്തിവിട്ടത്? ഇവർക്ക് ആരാണ് പ്രിവിലേജ് കൊടുത്തത്? ഇവർക്ക് ആരാണ് ഈ മറ്റുള്ളവരെ തോന്നിവാസം പറയാനുള്ള അവകാശം കൊടുത്തത്? BJP എന്ന് പറയുന്നൊരു പാർട്ടിയിൽ അംഗത്വം ഉണ്ടതിൻ്റെ
അതിൻ്റെ പിടിപാടും ബാക്കി കാര്യങ്ങൾ കൊണ്ട് കുറേ പേരുടെ വായടപ്പിക്കുക എന്നുള്ള നിങ്ങളുടെ ധാർഷ്ട്യം അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ ഓക്കെ. അപ്പം ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പം നിങ്ങളുടെ പ്രതിഷേധങ്ങൾ മാന്യമായ ഭാഷയിൽ രേഖപ്പെടുത്താം. അപ്പോൾ താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.